ഗായ്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ +1 ക്ലാസ്സുകൾ തുടങ്ങുന്നത് ജൂലൈ 6-നാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബേസിക് ഷോപ്പിംഗ് നടത്താനുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും ഗ്രീൻ പീസ് കറിയുമാണ് ഞങ്ങൾ കഴിച്ചത്. അതൊക്കെ കഴിച്ച് മാറ്റി ഒരുങ്ങി നമ്മൾ റെഡി ആയിട്ട് ബസ് കയറാൻ പോയിക്കായിരുന്നു. ബസ് കയറാൻ കുറേ നേരം നിന്നിട്ട് നമുക്ക് ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ നെടുമങ്ങാടാണ് പോയത് കേട്ടോ. നെടുമങ്ങാട് ചെന്നിട്ട് ആദ്യം നമ്മളൊരു ഷോൾ വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഷോള് വൈറ്റ് കളറിലെ ഷിമ്മറായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഷിമ്മർ എടുക്കാതെ ജേഴ്സി ഹിജാബാണ് എടുത്തത്. നമ്മൾ ഈ ഡ്രസ്സ് എടുത്തത് എവിടെ നിന്നാണ്? വുമൻസിൽ നിന്നാണ് കേട്ടോ. നെടുമങ്ങാട് വുമൻസിൽ നിന്ന് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ നടന്ന് കുറച്ച് ബുക്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെടുമങ്ങാട് തന്നെയുള്ള റിയൽ ബസാറിലേക്കാണ് പിന്നീട് പോയത്. അവിടെ ചെന്നപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെ എല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഞാൻ ഏതെടുക്കുമെന്ന് ആലോചിച്ച് പോകുമായിരുന്നു. അങ്ങനെ അവിടെ ഒരു ആൻറ്റി ഞങ്ങളെ മുകളിൽ നിലയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കുറേ ബുക്സൊക്കെയാണ് നോക്കിയത്. അവിടെ നല്ല ഓഫറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആദ്യം കുറേ ബുക്കൊക്കെ നോക്കി. ആ ബുക്കാണോ, ഈ ബുക്കാണോ നല്ലത്, അതാണോ ഇതാണോ, അങ്ങനെ കുറച്ചൊക്കെ അവിടെയൊക്കെ നിന്ന് ചുറ്റിയൊക്കെ തിരിഞ്ഞിട്ട് കുറച്ച് ബാഗ് ഒക്കെ നോക്കി. ബാഗിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബാഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ആൻറ്റിയാണെങ്കിൽ എനിക്ക് ഒരുപാട് ബാഗുകളും കാര്യങ്ങളും കാണിച്ചു തരുന്നു. അവരെടുക്കുന്നൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല. എൻ്റെ എസ്തറ്റിക്കിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ബാഗ് എടുക്കാതെ നമ്മൾ ആ കടയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നേരത്താണ് അവിടെ ചെരുപ്പിൻ്റെ സെക്ഷൻ നമ്മൾ കണ്ടത്. അയ്യോ, ചെരുപ്പ് കണ്ടാൽ നമുക്ക് പ്രാന്താണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പതുക്കെ നീങ്ങിയിട്ട് ഒരു വൈറ്റ് ഷൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നോ എന്തോ, എന്നാലും ഞാൻ ആഡ് ചെയ്തേക്കാം. അങ്ങനെ ഒരു വൈറ്റ് ഷൂസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് ഇത് കുറേ ലിപ്സ്റ്റിക്കുകളും മാലയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിടക്കുന്ന കണ്ട്. പിന്നെ അതൊന്നും ഞങ്ങൾ എടുത്തില്ല, നേരെ ബില്ലടിക്കാൻ പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബില്ലടിക്കാൻ നിന്നപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ നടന്ന് എൻ്റെ നെടുമങ്ങാടുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, അതായത് രാമചന്ദ്രനിലാണ് ഞങ്ങൾ പോയത്. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ് ആവാൻ കാരണം. അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ 2nd ഫ്ലോറിലോട്ട് പോയിട്ട് അവിടുത്തെ ലേസും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് നോക്കിക്കൊണ്ട് നിന്നത്. നമ്മൾ പിന്നെ കുറച്ച് മാഗി വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ മാഗിയുടെ സെക്ഷൻ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ നമ്മളത് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മാഗികളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാം എടുത്തുകൊണ്ടെങ്കിൽ വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു. എന്നാലും നമ്മളത് പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നോക്കി ഏതെടുക്കും, അതെടുക്കണോ, ഇതെടുക്കണോ അങ്ങനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്ത കണ്ടു ഗൈസ്. ഞങ്ങളിങ്ങനെ നോക്കി വന്നപ്പോൾ അവിടെ പാസ്ത ഇരിക്കുന്നു. അപ്പോൾ മാഗി എടുക്കണോ പാസ്ത എടുക്കണോ എന്നുള്ള ഡൗട്ടായി ഇപ്പോൾ നമുക്ക്. എന്നാലും മാഗിയിലാണ് നമ്മുടെ കണ്ണുള്ളത്. എങ്കിലും മാഗി, പാസ്ത ഇത് രണ്ടും ഓവറായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് പിന്നെ ഏതാണ് നല്ലത്, അതാണോ ഇതാണോ എന്നൊക്കെ നോക്കി കുറേ ചർച്ചകൾക്ക് ശേഷം നമ്മൾ മാഗി എടുത്തു ഗൈസ്. അങ്ങനെ ഈ ഇപ്പിയുടെ ഇതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, ഞങ്ങൾ എടുത്തില്ല. പിന്നെ അവിടെ അറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ നോക്കി വന്നപ്പോഴാണ് ആ സൈഡിലായിട്ട് ഒരുപാട് ബോട്ടിൽസിൽ വെറൈറ്റി ആയിട്ടുള്ള വെള്ളങ്ങൾ ഇരിക്കുന്നത് കണ്ടത്. ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം, താഴത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ ബാസ്ക്കറ്റ് എടുത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ബാസ്ക്കറ്റ് എടുക്കണമെങ്കിൽ താഴെ പോകണം. അത് മടിച്ചിട്ട് ഞങ്ങൾ ബാസ്ക്കറ്റ് എടുക്കാതെ കയ്യിലെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെ കൊണ്ട് അത് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. കാരണം ഇനി ബാസ്ക്കറ്റ് എടുക്കാൻ താഴെ പോകാൻ ഞങ്ങൾ രണ്ടുപേരും മടിച്ചുകളാണ്. അതുകൊണ്ട് എടുക്കാൻ പോകാനുള്ള മടി കൊണ്ട് നമ്മൾ ബാസ്ക്കറ്റ് എടുത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഓഫ് ലേസും അതും ഇതും ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടു. ബദാം ഡ്രിങ്കിൻ്റെ മിക്സും അങ്ങനെ രസഗുളയും ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ വാരിയെടുത്ത് വീട്ടിൽ പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ നടന്ന് പോയപ്പോഴാണ് അവിടെ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് കണ്ടത്. ഒരുപാട് ബോഡി ലോഷൻസും സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ കണ്ടു.
ഇതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ ഇൻറ്റൻഷൻ അതായിരുന്നില്ല. നമുക്ക് കുറച്ച് ലേസ് വാങ്ങണം, പിന്നെ നല്ല ഡ്രസ്സും എല്ലാം ഉണ്ടെങ്കിൽ അതും എടുക്കണമെന്നായിരുന്നു. അവിടെ നോക്കിയിട്ട് നമുക്ക് പറ്റിയ ഡ്രസ്സുകളൊന്നും ഞാൻ കണ്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഡ്രസ്സുകളൊന്നും എടുത്തില്ല. പിന്നെ അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു 6-7 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ വാറ്റിത്തിരിഞ്ഞ് നടന്ന് നമ്മൾ ഡ്രസ്സുകൾ ഓരോന്നായി നോക്കി അത് കൊള്ളാമോ ഇത് കൊള്ളാമോ എന്നൊക്കെ നോക്കി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് കുറേ ബാഗുകളൊക്കെ കണ്ടത്. കൊള്ളില്ല എന്നല്ല, എല്ലാം കൊള്ളാം, പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല കാരണം നമുക്ക് ബാഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ കോസ്മെറ്റിക്സും ഇവിടെയും ചെരുപ്പ് കണ്ടു. പക്ഷേ ഇവിടെ നിന്ന് ചെരുപ്പെടുത്ത് വീട്ടിൽ വന്നാൽ നമ്മുടെ കരി അതോ ഗതിയാവുന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ചെരുപ്പ് എടുത്തില്ല. അത് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ചെരുപ്പ് വാങ്ങിയല്ലോ, അത് മതി എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ഒരുപാട് വെറൈറ്റി ടൈപ്സിലുള്ള കമ്മലുകൾ നമ്മൾ കണ്ടത്. വളരെ അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷേ എല്ലാം വാങ്ങണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനത്തെ കമ്മലിടേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലടിക്കാനാണ് പോയത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇതല്ല ഞങ്ങളുടെ സാധനം. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് പിന്നെ നമ്മൾ ഒരൊറ്റ ഇരിപ്പായിരുന്നു. ബസ്സും കാത്ത് അത് കുറേ നേരം ഇരുന്നു. കാരണം നമ്മുടെ ബസ് 1:10 കഴിയുമ്പോഴേ വരും. നമ്മൾ 12:15 കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ തന്നെ നമ്മൾ അവിടെ ഇരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ബസ് കയറി സൈഡ് സീറ്റ് കിട്ടി ഗായ്സ്. അങ്ങനെ നമ്മൾ ബസ്സിലെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമുക്ക് പ്രിയദർശിനി ബസ്സാണ് കേട്ടോ കിട്ടിയത്. അതൊരെളുപ്പമായി മാറി. അങ്ങനെ നമുക്ക് പ്രിയദർശിനി ബസ്സിൽ നമ്മൾ വന്നു. ഇപ്പോൾ നിങ്ങൾ എന്നെയാണ് കാണുന്നത്. വീട്ടിൽ പോകാനുള്ള കൊതി കൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ വീട്ടിലെത്താറായതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അയ്യോ, ഇതാണ് എൻ്റെ ഹോം ടൗൺ ഗായ്സ്. ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൻ്റെ സ്ഥലമൊക്കെ കാണാൻ. പിന്നെ ഇപ്പോഴാണ് ആലോചിച്ചത്, ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചില്ലല്ലോ. ഇതാണ് ഞാൻ ഇട്ടിരുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാമെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ലോങ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്യാനാണ്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.